الرحمن الرحيم ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين صدق الله العظيم إنما الأعمال بالنيات وإنما لامرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه صدق رسوله النبي الكريم الله سبحانه وتعالى നമ്മുടെ ഈ കൂട്ടത്തെ കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായി നമുക്ക് ഈ ദുനിയാവിൽ ഒരു കുറഞ്ഞ ജീവിതം അനുവദിച്ചിരിക്കുന്നത് അല്ലാഹുവിനെ അറിയാനും അവന്റെ ഏകത്വം ഹൃദയത്തിൽ സ്ഥാപിക്കാനും വേണ്ടിയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും പടച്ചത് എന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് അല്ലാഹു അറിയിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഈ ആയത്തിന് നൽകുന്ന വിവക്ഷ തന്നെ ഇല്ലാ ലിയഅരിഫൂൻ എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മനുഷ്യരായ നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തന്നെ അല്ലാഹുവിനെ അറിയലാണ്. അവന്റെ ദാത്ത്, അവന്റെ അസ്തിത്വവും അവന്റെ വഹ്ദാനിയത്ത്, അവന്റെ ഏകത്വവും ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ആമൻതു ബില്ലാഹി കമാ ഹുവ ബിസിഫാതിഹി വ അസ്മാഇഹി. ഞാൻ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നത് അല്ലാഹു ഏതെല്ലാം വിശേഷണങ്ങളുടെ ഉടമയാണോ പൂർണ്ണമായും ഹൃദയത്തിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അല്ലാഹു ഏതെല്ലാം പേരുകളിലൂടെ അറിയപ്പെട്ടിട്ടുണ്ടോ ആ പേരുകളുടെ പൊരുളുകൾ പൂർണ്ണമായും ഹൃദയത്തിൽ അംഗീകരിച്ചുകൊണ്ടാണ് അല്ലാഹുവിനെ ഞാൻ വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ അല്ലാഹുവിനെ അറിയേണ്ടുന്നത് അവന്റെ വിശേഷണങ്ങളോടെയാണ്. അല്ലാഹു ഖാലിഖാണ്. അല്ലാഹു ഖാലിഖു കുല്ലി ശൈഇൻ വഹുവ അലാ കുല്ലി ശൈഇൻ വകീൽ. അല്ലാഹു എല്ലാ സൃഷ്ടികളുടെയും വസ്തുക്കളുടെയും സൃഷ്ടാവാണ്. അല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിൻ മാഇൻ ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി വമിൻഹും മൻ യംശി അലാ റിജ്ലൈൻ വമിൻഹും മൻ യംശി അലാ അർബഅ യഖ്ലുഖുല്ലാഹു മാ യശാ. അല്ലാഹു ലോകത്തുള്ള മുഴുവൻ ജീവികളെയും വെള്ളത്തിൽ നിന്നാണ് പടച്ചത്. അല്ലാഹു സൃഷ്ടിച്ച ഒരു ചില ജന്തുക്കൾ പള്ളയിലൂടെ വയറിലൂടെ ഭൂമിയിലൂടെ സഞ്ചരിച്ച് നീങ്ങുന്നു. പാമ്പിനെ പോലെ വയറുകൊണ്ടാണ് പാമ്പുകൾ ഭൂമിയിലൂടെ സഞ്ചരിച്ച് നീങ്ങുന്നത്. വമിൻഹും മൻ യംശി അലാ റിജ്ലൈൻ. അല്ലാഹു സൃഷ്ടിച്ച വേറെ ചില ജീവികളാണെങ്കിൽ രണ്ട് കാലുകൊണ്ട് ഭൂമിയിലൂടെ സഞ്ചരിച്ച് നീങ്ങുന്നു. രണ്ട് കാലുകൊണ്ട് ഭൂമിയിലൂടെ സഞ്ചരിച്ച് നീങ്ങുന്ന ജീവികളാരെയാണ്? മനുഷ്യൻ, കോഴി രണ്ട് കാലുകൊണ്ടാണ് സഞ്ചരിക്കുന്നത്. വേറെ ചില ജീവികളാണെങ്കിൽ നാല് കാലുകൊണ്ട് ഭൂമിയിലൂടെ സഞ്ചരിച്ച് നീങ്ങുന്നു. പശു, കാള, എരുമ, പോത്ത്, ആട്, നാൽക്കാലികൾ നാല് കാലുകൊണ്ടാണ് ഭൂമിയിലൂടെ സഞ്ചരിച്ച് നീങ്ങുന്നത്. അല്ലാഹു ഉദ്ദേശിക്കുന്നതിനെ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ പടയ്ക്കുന്നവൻ. അല്ലാഹു ഖാലിഖാണ്, ലോകത്തിന്റെ ഖാലിഖാണ്, നമ്മുടെയും ഖാലിഖാണ്, സൃഷ്ടാവാണ്. ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് താബിഈങ്ങളിൽപ്പെട്ട വലിയ ഒരു ആലിമാണ്, പണ്ഡിതനാണ്. അദ്ദേഹത്തിനോട് ഒരിക്കൽ സഹാബിയായ ജുൻദുബ് ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ചോദിക്കുകയുണ്ടായി, അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും പലവട്ടം കേട്ട ഒരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കട്ടെയോ? ഹസനുൽ ബസ്രി പറഞ്ഞു, തീർച്ചയായും കേൾപ്പിച്ചാലും.
ജുന്ദുബ് ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ധാരാളം വട്ടം ഞാൻ കേട്ടു. ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും اللهم أنت خلقتني وأنت تهديني وأنت تطعمني وأنت تسقيني وأنت تميتني وأنت تحييني ഈ ദുആ ഉരുവിടുന്നു എങ്കിൽ അയാളുടെ എല്ലാ പ്രാർത്ഥനയെയും അല്ലാഹു സ്വീകരിക്കും. ഒരു റിവായത്തിൽ വരുന്നു അയാളുടെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കും. മൂസാ നബി അലൈഹിസ്സലാമിന് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഈ ദുആ 7 വട്ടം ചൊല്ലും. അല്ലാഹുവിനോട് ദുആ ഇറക്കും. അല്ലാഹു ആ മുഴുവൻ കാര്യങ്ങളും സ്വീകരിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ദുആക്ക് ഇത്രയും വലിയ ശക്തി? കാരണം ഈ ദുആന്റെ ഉള്ളിൽ 6 യാഥാർത്ഥ്യങ്ങൾ അടക്കം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നാവുകൊണ്ട് പറയുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പൂവണിയും. ഒന്നാമത് ഈ വചനത്തിൽ അടക്കം ചെയ്തിരിക്കുന്ന യാഥാർത്ഥ്യം അല്ലാഹുമ്മ അൻത ഖലഖ്തനി, അല്ലാഹുവേ നീയാണ് എന്നെ പടച്ചവൻ. സുബഹി കഴിഞ്ഞിട്ടും അസ്ർ കഴിഞ്ഞിട്ടും ഹൃദയത്തിൽ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പറയണം, എനിക്ക് അസ്തിത്വം നൽകിയവൻ, എനിക്ക് കണ്ണ് നൽകിയവൻ, ആ കണ്ണിൽ കാഴ്ച ശക്തി നിശ്ചയിച്ചവൻ, എനിക്ക് ചെവി നൽകിയവൻ, അതിൽ കേൾവി ശക്തി നിശ്ചയിച്ചവൻ, എനിക്ക് നാവ് നൽകിയവൻ, അതിൽ സംസാരശേഷി നിശ്ചയിച്ചവൻ, എനിക്ക് അവയവങ്ങൾ നൽകിയവൻ, അതിൽ ചലനശക്തി നിശ്ചയിച്ചവൻ അല്ലാഹുവാണ്. അല്ലാഹുമ്മ അൻത ഖലഖ്തനി. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരീരത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാതെ നമ്മുടെ ഹൃദയം ചെന്നണയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, അല്ലാഹ്. അതുകൊണ്ട് ഖുർആനിൽ അല്ലാഹു പറയുന്നത് ഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ നോക്കിക്കൊണ്ട് ചിന്തിക്കുന്നില്ലേ? ഈ ശരീരത്തിൽ എത്രയോ അത്ഭുതങ്ങളാണ് അല്ലാഹു സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. ഈ ശരീരത്തിനെ കുറിച്ച് നിങ്ങൾ ശരിയായി പഠിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിന്റെ സത്താവായ അല്ലാഹുവിലേക്ക് ചെന്നണയാൻ കഴിയും. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വലിയ ഒരു തത്വജ്ഞാനി ഉണ്ടായിരുന്നു, അല്ലാമ ജലാലുദ്ദീൻ റൂമി റഹ്മഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഒരു ഗ്രന്ഥമുണ്ട്, മസ്നവി എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. കഥകളും തത്വങ്ങളും പറഞ്ഞിട്ടാണ് മനുഷ്യനെ തത്വങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന അല്ലാഹുവിന്റെ അസ്തിത്വം സമർത്ഥമായി സ്ഥിരീകരിക്കുന്നതിന് അനിവാര്യമായ ഒരു കഥ. ഒരു രത്നവ്യാപാരി അമൂല്യമായ വൈഡൂര്യക്കല്ലുമായി യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സഹയാത്രികനായി കൂട്ടത്തിൽ ഒരു കള്ളൻ കൂടി. രത്നവ്യാപാരി ചലനങ്ങളിൽ നിന്ന് മനസ്സിലാക്കി എന്റെ സഹയാത്രികൻ കള്ളനാണ് എന്ന്. രാത്രി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. വിശ്രമത്തിന്റെ സന്ദർഭമായപ്പോ കള്ളൻ തന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പോയ സന്ദർഭം നോക്കി രത്നവ്യാപാരി തന്റെ കയ്യിലുണ്ടായിരുന്ന അമൂല്യമായ വൈഡൂര്യക്കല്ല് കള്ളന്റെ ബാഗിൽ ഒളിപ്പിച്ചു. എന്നിട്ട് രത്നവ്യാപാരി സുഖമായി ഉറങ്ങി. കൂർക്കം വലിക്കുന്നത് കേട്ടപ്പോ കള്ളൻ എഴുന്നേറ്റ് രത്നവ്യാപാരിയുടെ ബാഗ് പരിശോധിച്ചു, പാന്റ് പരിശോധിച്ചു, ഷർട്ട് പരിശോധിച്ചു, തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് പരിധി നോക്കി വെളുക്കുന്നത് വരെ പരിശോധിച്ചു. വൈഡൂര്യക്കല്ല് കിട്ടിയില്ല. കാരണം വൈഡൂര്യക്കല്ല് കള്ളന്റെ ബാഗിലാവുള്ളൂ. കള്ളൻ രാവിലെ തന്റെ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ രത്നവ്യാപാരി കള്ളന്റെ ബാഗിൽ ഒളിപ്പിച്ചിരുന്ന വൈഡൂര്യക്കല്ല് എടുത്ത് തന്റെ പോക്കറ്റിൽ നിക്ഷേപിച്ചു. കള്ളൻ ആശ്ചര്യപ്പെട്ടുപോയി. രാത്രി അദൃശ്യമായ വൈഡൂര്യക്കല്ല് പകലിൽ രത്നവ്യാപാരിയുടെ പോക്കറ്റിൽ മിന്നിത്തിളങ്ങുകയാണ്. രാത്രി ഇത് എങ്ങോട്ട് പോയി? പിറ്റേ രാത്രിയും ഇതേ കഥ, 3-ാമത്തെ രാത്രിയും ഇതേ കഥ. 3 രാത്രിയും രത്നവ്യാപാരി സ്വൈര്യമായി വിശ്രമിച്ചു. 3 രാത്രി കള്ളന്റെ ഓർക്കം പോയി. നിർവാഹമില്ലാതെ കള്ളൻ ചോദിച്ചു, അല്ല പകലിൽ നിങ്ങളുടെ പോക്കറ്റിൽ മിന്നിത്തിളങ്ങുന്ന വൈഡൂര്യക്കല്ല് രാത്രി ഇങ്ങോട്ട് മറയും? രത്നവ്യാപാരി ചോദിച്ചു, എടാ വിട്ടി, എടാ പമ്പര വിട്ടി, നീ രാത്രിയെല്ലാം ഉറക്കം എഴുന്നേറ്റ് എന്റെ സാധനങ്ങൾ പരിശോധിച്ചതിൽ അല്പസമയം ഒഴിവാക്കിയെടുത്തു.
നിന്റെ സാധനം പരിശോധിച്ചിരുന്നു എങ്കിൽ അതിൽ നിന്ന് ഈ വൈഡൂര്യക്കല്ല് കിട്ടുമായിരുന്നു. ഈ കഥ പറഞ്ഞിട്ട് അല്ലാമ ജലാലുദ്ദീൻ റൂമി മനുഷ്യരെ തത്വത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതുപോലെ അള്ളാഹു ഉണ്ടോ, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ അന്വേഷിച്ചുകൊണ്ട് സയ്യാറാത്തുകൾ, ഗ്രഹങ്ങളിലേക്കും ഉപഗ്രഹങ്ങളിലേക്കും ഗാലക്സികളിലേക്കും യാത്ര ചെയ്യുന്ന മനുഷ്യ, അള്ളാഹു ഉണ്ട് എന്നറിയാൻ വേണ്ടി നീ നക്ഷത്രങ്ങളിലേക്കും ഗാലക്സികളിലേക്കും യാത്ര ചെയ്യേണ്ടുന്ന കാര്യമില്ല. നിന്നിൽ പരുതിയാൽ മതി, നിന്നിൽ തന്നെ അള്ളയുണ്ട്. ഏതൊരാള് തന്റെ ശരീരത്തിനെ അറിഞ്ഞോ അവൻ അവന്റെ രക്ഷിതാവിനെ അറിഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തീനി വസ്സൈതൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 വളരെ മർമ്മപ്രധാനമായ കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്യുകയാണ്. അത്തിമരത്തെ തന്നെയാണ് സത്യം. സൈതൂൻ വൃക്ഷത്തെ തന്നെയാണ് സത്യം. വതൂരി സീനീന, സീനാ പർവ്വതത്തെ തന്നെയാണ് സത്യം. വഹാദൽ ബലദിൽ അമീൻ, നിർഭയമായ മക്കാ മണലാരണ്യത്തെ തന്നെയാണ് സത്യം. لقد خلقنا الإنسان في أحسن تقويم. തീർച്ചയായും മനുഷ്യനെ ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിൽ ഞാൻ പടച്ചു. മനുഷ്യന്റെ സൃഷ്ടിപ്പ് ഏറ്റവും ഉത്കൃഷ്ടമായതാണ്. അഹ്സനു തഖ്വീം എന്നാ പറഞ്ഞിരിക്കുന്നത്. അവന്റെ ശരീരത്തിന്റെ ഘടന, ഓരോ അവയവങ്ങളെയും കൃത്യമായ സ്ഥാനത്ത് തന്നെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. ഇതുപോലൊരു സൃഷ്ടിപ്പ് ലോകത്ത് വേറെ ആർക്കും നൽകിയിട്ടില്ല. ഖലീഫ മൻസൂർ എന്ന് പറയുന്ന അബ്ബാസിയ ചക്രവർത്തി, അദ്ദേഹത്തിന്റെ സദസ്സിൽ സ്ഥിരമായിരിക്കുന്ന ഈസ ബിൻ മൂസ ഹാസിമി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു ദിവസം ദുഃഖിതനായി രാജാവിന്റെ അടുക്കൽ ഇരിക്കുന്നത് കണ്ടപ്പോ ഖലീഫ മൻസൂർ ചോദിച്ചു, എന്ത് പറ്റി ഈസ ബിൻ മൂസ ഹാസിമിക്ക്? ഈസ ബിൻ മൂസ ഹാസിമി പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യയുമായി വലിയ സ്നേഹത്തിലായിരുന്നു. ഇന്നലെ രാത്രി ഞാനും എന്റെ ഭാര്യയും തമ്മിൽ തോട്ടത്തിൽ ഇങ്ങനെ ഉലാത്തുമ്പോൾ 14-ാം രാവിലെ ചന്ദ്രൻ ആകാശത്തിലേക്ക് ഉദിച്ചുയർന്ന് നിൽക്കുകയായിരുന്നു. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, എടിപടനി 3 തലാഖ്, നിനക്ക് ഈ ചന്ദ്രനേക്കാൾ സൗന്ദര്യമില്ലായിരുന്നു. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, എന്റെ ഭാര്യയ്ക്ക് പോയിട്ട് ലോകത്ത് ഏത് പെണ്ണിനാ ചന്ദ്രനേക്കാൾ സൗന്ദര്യമുള്ളത്? ഭാര്യയെ ചിന്തിക്കാൻ തുടങ്ങി, എനിക്കെങ്ങനെ ചന്ദ്രനേക്കാൾ സൗന്ദര്യം ഉണ്ടാകാനാണ്? 2 പേരും 2 മുറിയിലായി. രാവിലെ ആയപ്പോ വിഷണനായി, ദുഃഖിതനായി ഈസ ബിൻ മൂസ ഹാസിമി ഖലീഫ മൻസൂറിന്റെ അടുക്കൽ വന്ന് ഈ വിവരം ധരിപ്പിക്കുകയാണ്. ഖലീഫ മൻസൂർ അന്നുണ്ടായിരുന്ന മുഴുവൻ ആലിമീങ്ങളെയും അദ്ദേഹത്തിന്റെ രാജകൊട്ടാരത്തിൽ ഒരുമിച്ച് കൂട്ടി ഈ പ്രശ്നം അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു. അവർ പറഞ്ഞു, 3 തലാഖ് സംഭവിച്ചിരിക്കുക. കാരണം നിങ്ങളുടെ ഭാര്യയ്ക്കെന്നല്ല, ലോകത്ത് ഒരു സ്ത്രീക്കും ചന്ദ്രനേക്കാൾ സൗന്ദര്യം ഉണ്ടാകാൻ സാധ്യമല്ലല്ലോ. ഒരു പണ്ഡിതൻ മാത്രം നിശബ്ദനായിരിക്കുന്നത് കണ്ടു. ഖലീഫ മൻസൂർ ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹിന്റെ ഒരു ശിഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ അടുക്കലും 3 തലാഖ് സംഭവിച്ചിട്ടില്ല എന്നതാണ്. എല്ലാവരും അദ്ദേഹത്തിലേക്ക് തുറച്ചു നോക്കിയപ്പോ അദ്ദേഹം സൂറത്ത് തീൻ പാരായണം ചെയ്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم. അല്ലാഹു അഹ്സൻ എന്ന പറഞ്ഞ ഏറ്റവും സുന്ദരനായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. ചന്ദ്രനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
ഖലീഫ മൻസൂർ എന്ത് ചെയ്തു? ആ പറഞ്ഞ പണ്ഡിതന്റെ നിയമം തീരുമാനമാണ്. ആരും ഭാര്യമാർക്ക് പോയി രാത്രി വന്നിട്ട് പിന്നെ ഉസ്താമാരെ പുറത്തിരിക്കാൻ വേണ്ടി നിൽക്കരുത്. ഏറ്റവും ഉത്കൃഷ്ടമായിട്ടാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ യാഥാർത്ഥ്യം ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് രാവിലെയും വൈകുന്നേരവും പറയണം, അല്ലാഹുമ്മ അൻത ഖലഖ്തനി, അല്ലാഹുവേ നീയാണ് എന്നെ പടച്ചത്. ഈ ദുആന്റെ വചനത്തിൽ അടക്കം ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ തത്വം അൻത തഹ്ദീനി, അല്ലാഹുവേ നീയാണ് എനിക്ക് ഹിദായത്ത് നൽകിയവൻ. നമ്മൾ ആരും നമ്മുടെ സ്വന്തം എടുത്തുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരല്ല. നമ്മൾ ആരും സ്വന്തം എടുത്തുകൊണ്ടല്ല ദീനിയായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. അല്ലാഹു നൽകിയ തൗഫീഖ് ഉദവി കൊണ്ടാണ്. ബനു അസദ് ഗോത്രക്കാർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സവിധത്തിൽ വന്ന അവകാശവാദം ഉന്നയിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സ്വയേഷ്ടപ്രകാരം ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്. നിങ്ങൾ ധാരാളം ദൂതന്മാരെ വ്യത്യസ്തമായ പ്രദേശങ്ങളിലേക്ക് അയച്ചു. അവരുടെ ദഅവത്തിലൂടെ ജനങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു. ധാരാളം പ്രദേശത്തിലെ നേതാക്കന്മാർക്ക് നിങ്ങൾ കത്തെഴുതി. ആ കത്തിലൂടെ അവർ ഇസ്ലാമിലേക്ക് വന്നു. എന്നാൽ ഞങ്ങൾ സ്വയേഷ്ടപ്രകാരം ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ് എന്ന് അവകാശവാദം ഉന്നയിച്ചു. ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിൽ ആയത്തിനെ അവതരിപ്പിക്കുകയാണ്. യമൂനൂന അലൈക അസ്ലമു ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമകും ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ ഇൻ കുൻതും സാദിഖീൻ. യമുന്നൂന അലൈക അൻ അസ്ലമു, അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ഒരു ഉപകാരമായി നിങ്ങളോട് എടുത്തു പറയും. ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമകും, നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ഒരു ഉപകാരമായി എടുത്തു പറയരുത്. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ, നേരെ മറിച്ച് അല്ലാഹുവാണ് നിങ്ങൾക്ക് ഈമാനിലേക്ക് ഉദവി നൽകിയവൻ. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണ്. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ് നാം ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ആരുടെയും മിടുക്ക് കൊണ്ടോ സാമർത്ഥ്യം കൊണ്ടോ അല്ല. മൗലാന ഉമർ സയ്യിദ് അൽബുറി റഹിമഹുല്ലാഹ് സാധാരണ അദ്ദേഹത്തിന്റെ ബയാനിൽ ഒരു സംഭവം പറയാറുണ്ട്. നോർവേയിൽ വെച്ച് യുക്തിവാദികളുടെ ഒരു സമ്മേളനം നടന്നു, ലോക സമ്മേളനം. ആ സമ്മേളനത്തിന് അധ്യക്ഷനായി അവരോധിക്കപ്പെട്ടത് ഇറ്റലിയിൽ ഉണ്ടായിരുന്ന ഒരു യുക്തിവാദികളുടെ നേതാവായ സ്ത്രീയായിരുന്നു. സമ്മേളനത്തിന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി വിമാനത്തിൽ യാത്ര പുറപ്പെടാൻ വേണ്ടി ഒരുപ്പെട്ടു നിൽക്കുമ്പോൾ തലേന്ന് രാത്രി അവർ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ ദർശിക്കുകയാണ്. യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ ലോക സമ്മേളനത്തിൽ അധ്യക്ഷയായി അവരോധിക്കപ്പെട്ട് ആ ലോക സമ്മേളനത്തിലേക്ക് നീ പുറപ്പെടാൻ വേണ്ടി ഒരുമിട്ടിരിക്കുകയാണോ? അല്ലാഹുവിന്റെ അസ്തിത്വവും അവന്റെ ഏകത്വവും അംഗീകരിക്കതാണ് സത്യം. നേരെ മദീനയിലേക്ക് വാ. കണ്ണു തുറന്നു അവര് വിസ ക്യാൻസൽ ചെയ്തു, ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. നേരെ മദീനയിലേക്ക് വിസ എടുത്തു, മദീനയിലേക്ക് ടിക്കറ്റ് എടുത്തു, മദീനയിൽ പോയി മുസ്ലിമായി. എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ ശരീഅത്തിനെ കുറിച്ചും ദീനിനെ കുറിച്ചും തൗഹീദിനെ കുറിച്ചും അല്ലാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ചും ശരിയായി പഠിക്കുകയും ലക്ഷക്കണക്കിന് യുക്തിവാദി പ്രസ്ഥാനത്തിലേക്ക് പോയ സ്ത്രീകളെ ഇസ്ലാമിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യും. ആരായോർക്ക് ഹിദായത്ത് കൊടുത്തത്? ആരാ കൊടുത്തത്? അല്ലാഹു. ഈ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് രാവിലെയും വൈകുന്നേരവും പറയണം, അൻത തഖ്ദീരി, അല്ലാഹുവേ നീയാണ് എനിക്ക് ഹിദായത്ത് നൽകിയത്. മൂന്നാമത് ഈ വചനത്തിൽ അടക്കം ചെയ്തിരിക്കുന്ന യാഥാർത്ഥ്യം അൻത തുത്ഇമുനി, അല്ലാഹുവേ നീയാണ് എനിക്ക് ആഹാരം നൽകുന്നത്. നമ്മുടെ ആരുടെയും എടുത്തുകൊണ്ടല്ല നമ്മൾ ആഹാരം കഴിക്കുന്നത്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ.
ലോകത്തുള്ള മുഴുവൻ ജന്തുക്കളുടെയും ജീവജാലങ്ങളുടെയും അന്നത്തിന്റെ ചുമതല അല്ലാഹു ഏറ്റിരിക്കുകയാണ്. وكأين من دابة لا تحمل رزقها الله يرزقها وإياكم وهو السميع العليم. وكأين من دابة ലോകത്ത് എത്രയോ ജീവികളുണ്ട്. ലാ തഹ്മിലു റിസ്ഖഹാ അവകളൊന്നും നാളത്തേക്ക് ആവശ്യമായ ഭക്ഷണം സ്വരൂപിച്ചു വെക്കുന്നില്ല. മനുഷ്യനേക്കാൾ എത്രയോ കൂടുതൽ അന്നം വേണ്ടുന്ന ജീവിയ ആന. നമ്മൾ കേട്ടിട്ടുണ്ടോ ആനകളെല്ലാം കൂടെ ചേർത്ത് ഫാക്ടറി നടത്തുന്നതായിട്ട്? ആനയേക്കാൾ എത്രയോ വലിയ വലിയ ജീവികൾ സമുദ്രത്തിന്റെ ആഴത്തട്ടിലുണ്ട്. ഒരു ചില നീലത്തിമിംഗലങ്ങളെ കുറിച്ച് കിതാബുകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ആനയേക്കാൾ വലിയ നീലത്തിമിംഗലങ്ങൾ. ഒരു സമയത്ത് ടെൻ കണക്കിന് ഭക്ഷണം വേണ്ടി വരുന്ന നീലത്തിമിംഗലങ്ങൾ. ആ നീലത്തിമിംഗലങ്ങളുടെ കുട്ടികൾക്ക് ഒരു സമയം 3400 ലിറ്റർ പാല് വേണ്ടി വരും. ഇത്രയും വലിയ നീലത്തിമിംഗലങ്ങൾ സമുദ്രത്തിന്റെ അന്തരാളത്തിൽ ഒരു ഹൈപ്പർ മാർക്കറ്റ് നടത്തുന്നതായി നമ്മൾ കേട്ടിട്ടുണ്ടോ? ലോകത്ത് എത്രയോ ജീവികളുണ്ട്. അവകളൊന്നും നാളത്തേക്ക് ആവശ്യമായ അന്നം സ്വരൂപിച്ചു വെക്കുന്നില്ല. പക്ഷിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തഖുദു ഖിമാസൻ വതറൂഹു ബിതാല. ഒട്ടിയ വയറുമായി പ്രഭാതത്തിൽ കൂട് വിട്ട് മടങ്ങുന്ന പക്ഷികൾ നിറവയറുകളോടെ കൂടുകളിലേക്ക് മടങ്ങി വരികയാണ്. ഇവകൾക്ക് ആരാ അന്നം നൽകുന്നത്? وكأين من دابة لا تحمل رزقها الله يرزقها അല്ലാഹു ഇവകൾക്ക് മതിയാകുന്ന അന്നം നൽകുകയാണ്. ഈ മനുഷ്യരെ നിങ്ങൾ തെറ്റായ സങ്കല്പത്തിലായി പോകുന്നത്. എന്റെ കച്ചവടം, എന്റെ കൃഷി, എന്റെ ഉദ്യോഗം, എന്റെ ഭൗതികമായ സംവിധാനങ്ങളാണ് എനിക്ക് അന്നം നൽകുന്നത് എന്ന് ധരിച്ചു പോകുന്നത്. നിങ്ങൾക്കും അന്നം നൽകുന്നവൻ ഞാൻ. നമ്മള് ദിനപ്രതി ഹോസ്പിറ്റലുകൾ കാണുന്നതാ. ഹോസ്പിറ്റലുകൾ ഇങ്ങനെ പൊട്ടി മുളച്ചുകൊണ്ടേയിരിക്കുക. ആ ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സന്ദർശിക്കുന്ന നല്ലതാ. രോഗികളെ സന്ദർശിക്കുന്നതിന്റെ പേര് വലിയ കൂലിയുണ്ട്. 70,000 മലക്കുകൾ അല്ലാഹുവിന്റെ റഹ്മത്തിന് വേണ്ടി വൈകുന്നേരം ഒരു രോഗിയെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത പ്രഭാതം വരെ 70,000 മലക്കുകൾ ദുആയിടും. അല്ലാഹുവിന്റെ അനുഗ്രഹം ഓർക്കാൻ നല്ല അവസരമാണ്. എത്രയോ രോഗികളുണ്ട്. ദിനംപ്രതി കോടിക്കണക്കിന് ആസ്തിയുള്ള ആൾക്കാർ. അവരാഗ്രഹിക്കുന്ന അന്നം വാങ്ങി കഴിക്കാനുള്ള പൈസയുണ്ട്. പക്ഷേ അന്നനാളത്തിലേക്ക് ഇറങ്ങുന്നില്ല. ട്യൂബിലൂടെ അത് ജ്യൂസാക്കി ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. എത്രയോ പേരൊക്കെ. മനുഷ്യരായ നിങ്ങൾക്കും അന്നം നൽകുന്നവൻ അല്ലാഹുവാണ്. ഈ യാഥാർത്ഥ്യം ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് രാവിലെയും വൈകുന്നേരവും നമ്മൾ പറയണം, അല്ലാഹുവേ നീയാണ് എനിക്ക് ആഹാരം നൽകുന്നത്. 4-ാമത് ഈ വചനത്തിൽ അടക്കം ചെയ്തിരിക്കുന്ന യാഥാർത്ഥ്യം, അല്ലാഹുവേ നീയാണ് എനിക്ക് കുടിക്കാനുള്ള വെള്ളം നൽകുന്നത്. നമുക്ക് കുടിക്കാനുള്ള വെള്ളം എവിടെന്നാ കിട്ടുന്നത്? കൃത്രിമ മഴയൊക്കെ വർഷിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യത്ത് ഒരു കാട്ടുതീ വന്നു. എത്രയോ ദിവസങ്ങളായി അതിനെ നിർത്താൻ കഴിയുന്നില്ല. എത്ര കോടി രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ബിൽഡിങ്ങുകൾ മനോഹരമായി കെട്ടി ഉയർത്തിയിരിക്കുന്ന എല്ലാ സൗധങ്ങളെയും തീ കരിശമർത്തിയിരിക്കുകയാണ്. കൃത്രിമ മഴയോട് وأنزلنا من السماء ماء بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون. ധാരാളം ആയത്തുകളിലൂടെ അല്ലാഹു മഴയെ കുറിച്ച് പറയുന്നു. وأنزلنا من السماء വളരെ കൃത്യമായി അളന്നു തൂക്കി നാം ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മഴ വർഷിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തന്നെ പറയുക, ഈ മഴ വർഷിക്കുന്ന സീസൺ ആകുമ്പോൾ നിങ്ങൾ വെള്ളം സ്വരൂപിച്ചു വെക്കണം. ആ വെള്ളമാണ് നിങ്ങൾ ഉഷ്ണകാലത്ത് ഉപയോഗിക്കേണ്ടത്.
നമ്മുടെ ജീവിതം എത്ര ദുസ്സഹമാകുമായിരുന്നു. എത്ര വലിയ ടാങ്ക് വേണ്ടി വരും, എത്ര വലിയ അണ്ടാവ് വേണ്ടി വരും. ഇതൊക്കെ നമ്മൾ വെള്ളം സ്വരൂപിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചാൽ എത്ര ദിവസം ഉപയോഗിക്കാൻ പറ്റും? അല്ലാഹു പറയാണ്, ഭൂമിയുടെ ഉള്ളറകളിൽ നാം തന്നെ അതിനെ സ്വരൂപിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ കിണർ കുഴിക്കുമ്പോൾ, കുഴൽ കിണർ കുഴിക്കുമ്പോൾ സുലഭമായി വെള്ളം കിട്ടുകയാണ്. ഭൂമിയുടെ ഉള്ളറകളിൽ സ്വരൂപിച്ചിരിക്കുന്ന വെള്ളത്തെ നീക്കിക്കളയാൻ, പോക്കിക്കളയാൻ നമുക്ക് കഴിയും. ചില സ്ഥലങ്ങളിൽ എത്ര ഫിറ്റ് കുഴൽക്കിണർ കുഴിച്ചാലും വെള്ളം കിട്ടത്തില്ല. ഹാറൂൻ റഷീദ് ചക്രവർത്തി ദീനിയായ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ദാഹം അനുഭവപ്പെട്ടു. പ്രജകളിൽപ്പെട്ട ഒരാളോട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം ഒരു ഗ്ലാസ് വെള്ളം അദ്ദേഹത്തിന്റെ സവിധത്തിൽ കൊണ്ടുവരപ്പെട്ടു. അദ്ദേഹം ആ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരുമിട്ടപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന സുലൈമാൻ ഇബ്നു ഹർബ് എന്ന് പറയുന്ന പണ്ഡിതൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, മഹാനായ ചക്രവർത്തി, അങ്ങ് വെള്ളം കുടിക്കാൻ വരട്ടെ, എനിക്ക് അങ്ങയോട് രണ്ട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഹാറൂൻ റഷീദ് ചക്രവർത്തി വെള്ളവുമായി അങ്ങനെ തന്നെ സ്ഥലിച്ച് നിന്നുപോയി. സുലൈമാൻ ഇബ്നു ഹർബ് എന്ന പണ്ഡിതൻ ചോദിച്ചു, മഹാനായ ചക്രവർത്തി, ലോകത്ത് ഒരു ഗ്ലാസ് വെള്ളമേ ഉള്ളൂ എന്ന് സങ്കല്പിക്കുക, നിങ്ങൾക്ക് ദാഹം അനുഭവപ്പെട്ടു, എത്ര വിലയായിരിക്കും ഈ ഒരു ഗ്ലാസ് വെള്ളത്തിന് നിങ്ങൾ നൽകുന്നത്? ഹാറൂൻ റഷീദ് ചക്രവർത്തി പറഞ്ഞു, പ്രവിശാലമായ ബാഗ്ദാദിന്റെ അധികാര പരിധിയാണ് എനിക്കുള്ളത്. എനിക്ക് ദാഹം അനുഭവപ്പെട്ടു, ലോകത്ത് ഒരു ഗ്ലാസ് വെള്ളമേ ഉള്ളൂ എങ്കിൽ ബാഗ്ദാദിന്റെ പകുതി വിലയായി നൽകി ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിച്ച് എന്റെ ദാഹത്തെ ഞാൻ ശമിപ്പിക്കും. വീണ്ടും സുലൈമാൻ ഇബ്നു ഹർബ് എന്ന പണ്ഡിതൻ രണ്ടാമത്തെ ചോദ്യം ഉന്നയിക്കുകയാണ്, മഹാനായ ചക്രവർത്തി, നിങ്ങൾ കുടിച്ച വെള്ളം മൂത്രമായി പുറത്തേക്ക് നിർഗളിക്കുന്നില്ല, അതിനെ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ ഒരു ഡോക്ടറെ ലോകത്തുള്ളൂ, എത്ര വില അദ്ദേഹത്തിന് നൽകും? ഹാറൂൻ റഷീദ് ചക്രവർത്തി പറഞ്ഞു, ബാഗ്ദാദിന്റെ അടുത്ത പകുതി ഞാൻ വിലയായി നൽകി, ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ചികിത്സ തേടുകയും ഒരു വട്ടം മൂത്രം ഒഴിക്കുകയും ചെയ്യും. സുലൈമാൻ ഇബ്നു ഹർബ് അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവിശാലമായ ബാഗ്ദാദ്, ഒരു ഗ്ലാസ് വെള്ളവും ഒരു പ്രാവശ്യം മൂത്രമൊഴിക്കലും അതിന്റെ വില പ്രവിശാലമായ ബാഗ്ദാദാണ് എങ്കിൽ ദിനംപ്രതി നിങ്ങൾ എത്രയോ ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട്, എത്രയോ വട്ടം ബുദ്ധിമുട്ട് കൂടാതെ മൂത്രിക്കുന്നുണ്ട്. ഇത് പടച്ചവന്റെ അനുഗ്രഹമല്ലേ? വല്ലദീ അൻസല മിനസ്സമാഇ لكم منه شراب ومنه شجر فيه تسيمون. സൂറത്തുൽ നഹ്ൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നന്നായി വർണ്ണിക്കുന്ന ഒരു അധ്യായമാണ്. അതുകൊണ്ട് ആ സൂറത്തിന് സൂറത്തുൽ നിഅം എന്ന മറ്റൊരു പേരുണ്ട്. നിഅമത്തിന്റെ ബഹുവചനമാണ് നിഅം, അനുഗ്രഹങ്ങൾ. ഭൗതിക അനുഗ്രഹം, പാരത്രിക അനുഗ്രഹം, ശാരീരിക അനുഗ്രഹം, പ്രാപഞ്ചിക അനുഗ്രഹം, ദീനിയായ അനുഗ്രഹം, ദുന്യവിയായ അനുഗ്രഹം, ഇങ്ങനെ അനുഗ്രഹങ്ങളെ അല്ലാഹു നന്നായി വിവരിക്കുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ നഹ്ൽ. അതിൽ വെള്ളത്തിനെ അല്ലാഹു ഒരു അനുഗ്രഹമായി പറയുകയാണ്. വല്ലദീ അൻസല മിനസ്സമാഇ മാഅൻ ലക്കും. അല്ലാഹു ആരാണെന്ന് അറിയോ? നിങ്ങൾക്ക് വേണ്ടി ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നവനാണ്. മിൻഹു ശറാബുൻ, ആ മഴവെള്ളത്തിൽ നിങ്ങൾക്ക് കുടിനീരുണ്ട്. വമിൻഹു ശജറുൻ, ആ മഴവെള്ളത്തിൽ നിന്നാണ് സസ്യങ്ങൾ മുളച്ചു പൊങ്ങുന്നത്. ഫീഹി തുസീമൂൻ, ആ സസ്യങ്ങളെയാണ് നിങ്ങളുടെ നാൽക്കാലികൾ മേയുന്നത്. അതുകൊണ്ട് ഹൃദയത്തിൽ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സുബഹി കഴിഞ്ഞിട്ടും അസ്ർ കഴിഞ്ഞിട്ടും പറയണം, അല്ലാഹുവേ, നീയാണ് എന്നെ വെള്ളം കുടിപ്പിക്കുന്നവൻ. ഈ വചനത്തിൽ അടക്കം ചെയ്തിരിക്കുന്ന അഞ്ചാമത്തെ തത്വം, അല്ലാഹുവേ, നീയാണ് എന്നെ മരിപ്പിക്കുന്നവൻ. എപ്പോഴാ മരിക്കുന്നത്? എപ്പോഴാ മരിക്കുന്നത്? എല്ലാരും പെട്ടെന്ന് മരിക്കും, ഞാനിപ്പോഴൊന്നും മരിക്കുന്നില്ല. ഇതാ നമ്മുടെ സങ്കല്പം. ദിനംപ്രതി നമ്മൾ കാണുന്നുണ്ട്, കുട്ടികൾ മരിക്കുന്നു,
യുവാക്കൾ മരിക്കുന്നു, മധ്യവയസ്കർ മരിക്കുന്നു, വൃദ്ധന്മാര് മരിക്കുന്നു. നിന്ന നിൽപ്പിൽ എന്ത് ചെയ്യാണ്? മനുഷ്യൻ വീണു മരിക്കും. ദിനം പ്രതി നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഖദല്ലാഹു ലിഅബ്ദിൻ അൻ യമൂത ബിഅർദിൻ ജഅല ലഹു ഇലൈഹാ ഹാജ. അല്ലാഹു ഒരു പ്രദേശത്തിൽ വെച്ച് ഒരു മനുഷ്യന്റെ മരണം തീരുമാനിച്ചാൽ ആ പ്രദേശത്തിലേക്ക് ഒരു ആവശ്യമാണ്. ആ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ആ മനുഷ്യൻ അങ്ങോട്ട് യാത്ര ചെയ്യും. അവിടെ വെച്ച് മരണത്തിന്റെ കരാള ഹസ്തം അവനെ പിടികൂടുകയായി. ആര് മരിക്കാൻ വേണ്ടിയല്ലേ യാത്ര ചെയ്യുന്നത്? ജീവിതത്തിന്റെ നെട്ടോട്ടത്തിന്റെ ഇടയിൽ മരണത്തിന്റെ കരാള ഹസ്തം അവനെ ആഞ്ഞു പിടിച്ച് മുറുകയാ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മരണം എപ്പോഴാണ് വരുന്നത്? ആർക്കും അറിയില്ല. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ. അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ ഈ ലോകത്തിന് എപ്പോഴാണ് അന്ത്യം സംഭവിക്കുന്നത്. നമുക്ക് ആർക്കും അറിയില്ല. പ്രതീക്ഷിക്കാതെ മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ നെട്ടോട്ടത്തിന്റെ ഇടയിൽ ലോകം പൊടുന്നനെ അവസാനിക്കും. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ്. ആകാശത്തിൽ നിന്ന് മഴ എപ്പോഴാണ് വർഷിക്കുന്നത് എന്ന് കൃത്യമായി അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. വയഅലമു മാ ഫിൽ അർഹാം. ഗർഭാശയത്തിന്റെ സമ്പൂർണമായ അവസ്ഥയും അറിയുന്നവൻ അല്ലാഹുവാണ്. ഇന്ന് ആധുനിക യുഗം സാങ്കേതികമായി വലിയ വികാസത്തിലെത്തി എന്ന് അവകാശപ്പെടുന്ന സന്ദർഭത്തിൽ സാങ്കേതിക വിദ്യകൾക്ക് പാളിച്ച സംഭവിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്കാനിങ്ങിലൂടെ ഒരു സ്ത്രീയുടെ ഉദരത്തിലുള്ള കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് നിജപ്പെടുത്തുന്ന ലോകം അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യാം? സ്കാനിങ് മെഷീനിലൂടെ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ കണ്ണൂര് മദീന പള്ളിയിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കും എന്റെ മാമാടെ മകൻ എന്നെ വിളിച്ചു. യുഎഇയിൽ അദ്ദേഹം ജോലി ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എന്റെ ഭാര്യ പ്രഗ്നന്റ് ആണ്, 7 മാസമായി. സ്കാൻ ചെയ്തപ്പോ ഇവിടെ സ്കാനിങ് റിപ്പോർട്ട് പറയാൻ അനുവാദമുള്ള രാജ്യമാണ്. അപ്പൊ സ്കാനിങ്ങില് അവര് പറഞ്ഞത് എന്റെ ഭാര്യ ആൺകുട്ടിയാണ് പ്രസവിക്കുന്നത്, ഗർഭാശയത്തിലുള്ളത് ആൺകുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു 10 ഇസ്ലാമിക പേരൊന്ന് വാട്സപ്പിലൂടെ അയച്ചാൽ ഏറ്റവും ഉചിതമായ പേര് ഞാൻ സെലക്ട് ചെയ്യണം. അങ്ങനെ എന്ത് ചെയ്ത് 10 ആൺകുട്ടികളുടെ പേരൊക്കെ അയച്ചു കൊടുത്തു. 2 മാസം കഴിഞ്ഞപ്പോഴും എന്നെ വിളിക്കുകയാണ്. സ്കാനിങ് മെഷീനിൽ പറഞ്ഞത് ആൺകുട്ടിയായിരുന്നു, പക്ഷെ പ്രസവിച്ചത് പെൺകുട്ടിയാണ്. ആയിഷ എന്ന പേരുണ്ട്. ആ കുട്ടിയെ കാണുമ്പോൾ ഇടക്കിടക്ക് ഞാൻ പറയാറുണ്ട്, മോളെ സ്കാനിങ് മെഷീൻ നിന്നെ കുറിച്ചാണെന്നാ പറഞ്ഞത്, പക്ഷെ നീ എന്നെ അല്ലാഹു പെണ്ണായിട്ടാ പറയുന്നത്. അതായത് ആധുനിക യുഗം സാങ്കേതികമായി എല്ലാ നിലയിലും ഉയർന്നു എന്ന് അവകാശപ്പെടുന്നു. നമ്മളും അങ്ങനെയാണല്ലോ. ടെക്നോളജി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ പാരമ്യത, വിജ്ഞാനത്തിന്റെ പാരമ്യത എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ അപ്പുറം വേറൊരു അറിവില്ല എന്നാണ്. അങ്ങനെയല്ല, അതിനൊക്കെ പാളിച്ച ഉണ്ടാക്കും. ഗർഭാശയത്തിന്റെ സമ്പൂർണമായ അവസ്ഥ അറിയുന്നവൻ അല്ലാഹുവാണ്. ലോകത്ത് ഒരു സ്കാനിങ് മെഷീനും ഒരു സ്ത്രീയുടെ ഉദരത്തെ നോക്കിയിട്ട് ഇതിൽ ഇത്ര ആൺകുഞ്ഞ് ജനിക്കും, ഇത്ര പെൺകുഞ്ഞ് ജനിക്കും, ഇത്ര ചാപിള്ളയായിരിക്കും എന്ന നിഗമനത്തിൽ എത്താൻ കഴിയില്ല. അല്ലാഹുവിനെ സമ്പൂർണമായി അറിയാം. ഒരു സ്ത്രീയുടെ ഉദരത്തിൽ എത്ര ആൺകുഞ്ഞ് ജനിക്കും, എത്ര പെൺകുഞ്ഞ് ജനിക്കും, ഉദരത്തിൽ വെച്ച് ചാപിള്ളയായി മരണപ്പെട്ടു പോകും, എത്ര കുട്ടികൾ ഈ ഭൂമിയുടെ പുറത്തെനിക്ക് മുകളിൽ ജനിച്ചു വീഴുമെന്ന് കൃത്യമായി അറിയുന്നവൻ അല്ലാഹുവാണ്. وَيَعْلَمُ مَا فِي الْأَرْحَامِ وَمَا تَدْرِي نَفْسٌ مَاذَا تَكْسِبُ غَدًا. നാളെ എന്ത് സമ്പാദിക്കുമെന്ന് ഒരു ശരീരത്തിനും അറിയില്ല. നാളെ ഭൂമിയുടെ പുറത്തെനിക്ക് മുകളിലാണോ അതോ ഖബറിന്റെ ശിലാഗുഹയുടെ ഉള്ളിലേക്ക് അകപ്പെട്ടു പോകുമോ എന്ന് നമുക്ക്
നമുക്ക് പോലും നമ്മെ കുറിച്ച് നിജപ്പെടുത്താൻ കഴിയും. وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت. ഒരു ശരീരത്തിനും അറിയില്ല ഏത് ഭൂമിയിൽ വെച്ചാണ് മരണം വരുന്നത് എന്ന്. മരണം വരുമ്പോ അള്ളാഹുവിന്റെ ആവശ്യം അവിടെ പോകും, അവിടെ വെച്ചിട്ട് അതായിരുന്നു. അല്ലാമ ജലാലുദ്ദീൻ റൂമി, അല്ലാമ ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുള്ള ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, അൽ ഹബായിബ് ഫി അഖ്ബാരിൽ മലായിക. മലക്കുകളെ കുറിച്ച് വന്നിരിക്കുന്ന ഖുർആനിക ആയത്തുകൾ, ഹദീസുകൾ, ആധാറുകളിലൂടെ മലക്കുകളെ സവിസ്തരം വിശദീകരിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഗ്രന്ഥമാണ്. അതിൽ മലക്കുൽ മൗത്തിന്റെ ഒരു വിവരണം വരുന്നുണ്ട്. ആ മലക്കുൽ മൗത്തിനെ കുറിച്ച് എഴുതിയെടുത്ത അസ്റായീൽ, ഈ അസ്റായീൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഖിദ്മത്തിന്റെ ചുമതലയുണ്ടായിരുന്നു. റൂഹിനെ പഠിക്കണം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് അല്ലാഹു സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ജിന്നുകളെ അധീനപ്പെടുത്തി കൊടുത്തു, മനുഷ്യരെ അധീനപ്പെടുത്തി കൊടുത്തു, കാറ്റിനെ അധീനപ്പെടുത്തി കൊടുത്തു, പക്ഷികളെ അധീനപ്പെടുത്തി കൊടുത്തു. ഇതിന്റെ കൂട്ടത്തിൽ മലക്കുകളിൽ ഒരു ചിലരെയും സേവനത്തിന് വേണ്ടി ഏർപ്പെടുത്തി. അതിൽപ്പെട്ട ഒരു മലക്കായിരുന്നു അസ്റായീൽ. എല്ലാ ദിവസവും രാവിലെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ മലക്കുൽ മൗത്ത് വന്നിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. ആവശ്യമുണ്ടെങ്കിൽ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കും. ഒരു ദിവസം രാവിലെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ മലക്കുൽ മൗത്ത് വരുമ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ ഒരാളിരിക്കും. അയാളെ ഒന്ന് കുറിച്ചു നോക്കി. അസ്റായീൽ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അസ്റായീൽ മടങ്ങി കഴിഞ്ഞപ്പോഴും ഈ മനുഷ്യൻ പേടിയായി സുലൈമാൻ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അല്ലയോ പ്രവാചകരെ, അസ്റായീൽ എന്നെ തുറച്ചു നോക്കിയിരിക്കെ എനിക്ക് പേടിയാകുന്നു. അതുകൊണ്ട് ശാമിൽ നിന്ന് നിങ്ങൾ കാറ്റിന്റെ സഹായത്തോടെ ഇന്ത്യയുടെ ദ്വീപിൽ എന്നെ കൊണ്ടുവന്നിടണം. സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. കാറ്റ് വന്നു. ആ മനുഷ്യൻ കാറ്റിൽ കയറിയിരുന്നു, നേരെ ഇന്ത്യയിൽ. പിറ്റേന്ന് രാവിലെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ മലക്കുൽ മൗത്ത് വന്നപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, എന്താണ് നിങ്ങളുടെ അടുക്കൽ ആ മനുഷ്യനെ ഞാൻ തുറച്ചു നോക്കിയത്? ഏതാനും മണിക്കൂർ കഴിയുമ്പോൾ ഈ മനുഷ്യന്റെ റൂഹ് പിടിക്കേണ്ടത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. ഷാമിൽ നിന്ന് എങ്ങനെയാണ് ഈ മണിക്കൂർ കൊണ്ട് ഇന്ത്യയിൽ എത്തുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. റൂഹ് പിടിക്കാൻ അല്ലാഹു നിശ്ചയിച്ച സമയത്ത് ഇന്ത്യയുടെ ദ്വീപിലെത്തിയപ്പോൾ ആ മനുഷ്യരെ അവിടെ ഞാൻ ഇന്നലെ കണ്ടെത്തി. ഇന്നലെ അയാളുടെ റൂഹ് ഞാൻ പിടിച്ചതേ ഉള്ളൂ. وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت. ഏത് ഭൂമിയിൽ വെച്ചാണ് മരണം സംഭവിക്കുന്നത് എന്ന് ഒരാൾക്കും നിജപ്പെടുത്താൻ കഴിയില്ല. അല്ലാഹു മാത്രം അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് മരണം എപ്പോഴും നമ്മുടെ അടുക്കലേക്ക് വരാം. ആ മരണത്തിന് വേണ്ടി തയ്യാറായി മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓരോ സെക്കൻഡും നാം ജീവിക്കേണ്ടത്. ഈ യാഥാർത്ഥ്യം ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് സുബഹി കഴിഞ്ഞിട്ടും അസ്ർ കഴിഞ്ഞിട്ടും നാവ് കൊണ്ട് നാം പറയണം, അൻത തുമീതുനി, അല്ലാഹുവേ നീയാണ് എന്നെ മരിപ്പിക്കുന്നവൻ. അഞ്ചാമത് ആറാമത് ഈ വചനത്തിൽ അടക്കം ചെയ്തിരിക്കുന്ന തത്വം അൻത തുഹീനി, അല്ലാഹുവേ നീയാണ് എന്നെ ജീവിപ്പിക്കുന്നവൻ. ഇല്ലായ്മയിൽ നിന്ന് നീയാണ് എന്നെ ജീവിപ്പിച്ചവൻ. മരിച്ചു കഴിഞ്ഞ് രണ്ടാമത് എന്നെ നീയാണ് പുനർജീവിപ്പിക്കുന്നവൻ. ഖുർആനിലൂടെ അല്ലാഹു ചോദിക്കുകയാണ്, കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. കൈഫ തക്ഫുറൂന ബില്ലാഹി, നിങ്ങൾ എങ്ങനെയാണ് അല്ലാഹുവിനെ നിഷേധിക്കുന്നത്? എങ്ങനെയാണ് അല്ലാഹുവിനെ അവിശ്വസിക്കുന്നത്? എങ്ങനെയാണ് അല്ലാഹുവിനോട് നന്ദികേടിന്റെ സമീപനം നടത്തുന്നത്? വകുൻതും അംവാതൻ, നിങ്ങളൊക്കെ മരണപ്പെട്ടു പോയവരാണ്, ശവങ്ങളായി. 50 വയസ്സുള്ള മനുഷ്യൻ 51 വർഷം മുമ്പ് ശവമായി. ഈ ലോകത്ത് പറയപ്പെടുന്ന ഒരു വസ്തുവായിരുന്നില്ല. നിങ്ങളെ അല്ലാഹുവാണ് ജീവിപ്പിച്ചവൻ. സുമ്മ യുമീതുകും, പിന്നീട് നിങ്ങളെ അല്ലാഹു മരിപ്പിക്കും. സുമ്മ യുഹ്യീകും, പിന്നീട് രണ്ടാമത് മരിച്ചു കഴിഞ്ഞ അല്ലാഹു വീണ്ടും പുനർജീവിപ്പിക്കും. സുമ്മ ഇലൈഹി തുർജഊൻ, പിന്നീട് അല്ലാഹുവിലേക്കാണ് നിങ്ങൾ മടങ്ങിച്ചെല്ലേണ്ടത്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സുബഹി കഴിഞ്ഞിട്ട് അസ്ർ കഴിഞ്ഞിട്ട് പറയണം, അൻത തുഹീനി, അല്ലാഹുവേ നീയാണ് എന്നെ ജീവിപ്പിക്കുന്നത്. ഈ 6 യാഥാർത്ഥ്യങ്ങൾ ഇതിലുണ്ട്. ഇത് ഹൃദയത്തിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, രാവിലെ വൈകുന്നേരം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ക്ലിയർ ആയി. നമ്മൾ എന്ത് അല്ലാഹുവോട് ചോദിച്ചാലും കിട്ടും, കിട്ടത്തില്ല.
അല്ലാഹുമ്മ അൻത ഖലഖ്തനി, എല്ലാവരും പറയും അല്ലാഹുവേ നീയാണ് എന്നെ പടച്ചവൻ. വ അൻത തഹ്ദീനി, എന്ന് പറയും അല്ലാഹുവേ നീയാണ് എനിക്ക് ഹിദായത്ത് നൽകുന്നത്. വ അൻത തുത്ഇമുനി, നീയാണ് എനിക്ക് അന്നം നൽകുന്നവൻ. വ അൻത തസ്ഖീനി, നീയാണ് എന്നെ വെള്ളം കുടിപ്പിക്കുന്നവൻ. വ അൻത തുമീതുനി, നീയാണ് എന്നെ മരിപ്പിക്കുന്നവൻ. വ അൻത തുഹീനി, നീയാണ് എന്നെ ജീവിപ്പിക്കുന്നവൻ. സുബഹി കഴിഞ്ഞിട്ട്, അസർ കഴിഞ്ഞിട്ട്, ഇനി അസർ കഴിഞ്ഞിട്ട് പറയാൻ പറ്റുന്നില്ല, മഗ്രിബ് കഴിഞ്ഞിട്ട്, ഇശാ കഴിഞ്ഞിട്ട്, വൈകുന്നേരം എന്ന് പറഞ്ഞാൽ അസർ മുതൽ ഉറങ്ങുന്നത് വരെയുള്ള സമയം. രാവിലെയും വൈകുന്നേരവും ആരെങ്കിലും ഈ ദുആ മുടങ്ങാതെ ചെല്ലുന്നു എങ്കിൽ അവൻ അല്ലാഹുവിനോട് എന്ത് കാര്യങ്ങൾ ദുആ ചെയ്താലും പടച്ചവൻ അത് സ്വീകരിക്കും. അവന്റെ എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അല്ലാഹു സഫലീകരിച്ചു കൊടുക്കും. കാരണം ഈ വചനത്തിൽ 6 തത്വങ്ങൾ അടക്കം ചെയ്തിരിക്കുക, ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പറയണം, പ്രയോജനമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ അറിയേണ്ടുന്നത് അള്ളാഹുവിന്റെ വിശേഷണങ്ങളോടെയാണ്. അള്ളാഹു സൃഷ്ടാവാണ്, അള്ളാഹു ഹിദായത്ത് നൽകുന്നവനാണ്, അള്ളാഹു അന്നം നൽകുന്നവനാണ്, അള്ളാഹു വെള്ളം നൽകുന്നവനാണ്, അള്ളാഹു മരിപ്പിക്കുന്നവനാണ്, അള്ളാഹു ജീവിപ്പിക്കുന്നവനാണ്. നമ്മുടെ ഹൃദയത്തിൽ നാം അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടുന്നത് അവന്റെ വിശേഷണങ്ങളോടെ. അതുപോലെ നമുക്ക് അള്ളാഹു ജീവിക്കാൻ വേണ്ടി പരിശുദ്ധമായ ഒരു മാർഗം പ്രവാചകന്മാരിലൂടെ അറിയിച്ചു തന്നിരിക്കുക. നമ്മുടെ പ്രവാചകൻ ആരാ എന്ന് പറയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് നബിയാ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾക്ക് എത്ര പെൺമക്കളുണ്ട്? 4 പെൺമക്കൾ. 4 പെൺമക്കളാണ് നബിതങ്ങൾക്കുള്ളത്. സൈനബ്, ഉമ്മു കുൽസൂം, റുഖിയ, ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം. നബിതങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതമായി. ഒരു സഹാബി നബിതങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ അങ്ങയെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. എന്റെ വീട്ടിലിരിക്കുമ്പോൾ അങ്ങയെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ പിരിയാനെടുക്കും. അങ്ങയെ കാണുമ്പോൾ എന്റെ ഹൃദയം സായുജ്യമടയും. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഈ ദുനിയാവിൽ എന്റെ അവസ്ഥ എങ്ങനെയാണ്? അങ്ങയെ കാണണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അങ്ങയെ കാണാതിരിക്കാൻ നിർവാഹമില്ല. എന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ പിരിയാൻ അടുത്തു. നാളെ ആഖിറത്തിൽ സ്വർഗ്ഗത്തിൽ അങ്ങ് പ്രവാചകന്മാരുടെ ഉന്നതമായ സ്ഥാനങ്ങളിൽ വിരാജിക്കുമ്പോൾ അങ്ങയെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ ഞാൻ എന്താ എടുക്കേണ്ടുന്നത്? നബിതങ്ങൾ നിശബ്ദനായി. വന്നുകൊണ്ട് ഓതി കേൾപ്പിക്കുകയാണ്, ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിം സമുദായത്തിന് നബിതങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗ്ഗത്തിൽ വിരാജിക്കാനുള്ള അവസരം. من يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. من يطع الله والرسول, ആര് അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുമോ, فأولئك مع الذين أنعم الله عليهم, അല്ലാഹു അനുഗ്രഹിച്ച നബിമാരുടെ കൂട്ടത്തിലായിരിക്കും അവൻ സ്വർഗ്ഗത്തിൽ. والشهداء, രക്തസാക്ഷികളുടെ കൂട്ടത്തിലായിരിക്കും. والصديقين, സിദ്ദീഖീങ്ങളുടെ കൂട്ടത്തിലായിരിക്കും. والصالحين, സാലിഹീങ്ങളുടെ കൂട്ടത്തിലായിരിക്കും. وحسن أولئك رفيقا, ഇവരെത്രയോ നല്ല കൂട്ടുകാരാ. നമ്മുടെ കൂട്ടുകാരാരാ? ആരാ നമ്മുടെ കൂട്ടുകാര്? നമ്മുടെ കൂട്ടുകാരെ കുറിച്ച് പരിശോധിക്കണം. അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് മദ്യപാനികളുടെ ഒരു സംഘത്തിനെ പിടികൂടി. ആ സംഘത്തിൽപ്പെട്ട ഒരു യുവാവാണെങ്കിൽ പറഞ്ഞു, ഞാൻ അവരുടെ കൂട്ടത്തിൽ ഇരുന്നു എങ്കിലും ഞാൻ മദ്യപിച്ചിരുന്നില്ല, ഞാൻ നോമ്പുകാരനായിരുന്നു, ഞാൻ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല.
ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് മദ്യപാനികളായ ആ സംഘത്തെ ശിക്ഷിച്ചപ്പോൾ നോമ്പുകാരനെയും ശിക്ഷിച്ചു. നോമ്പുകാരന് ചോദിച്ചു, ഞാൻ മദ്യം പോയിട്ട് പച്ചവെള്ളം കൂടി കുടിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ ശിക്ഷിക്കുന്നത്? ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വചനം നീ കേട്ടിട്ടില്ലേ? മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുദാറു ഫിഹൽ ഖംർ. അല്ലാഹുവിനെ കൊണ്ടും അന്ത്യദിനത്തിനെ കൊണ്ടും വിശ്വസിക്കുന്ന ഒരാളും മദ്യം വിളമ്പുന്ന ഭക്ഷണം തളികയിൽ ഇരിക്കാൻ പാടില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മദ്യം വിളമ്പുന്ന ഭക്ഷണ തളികയിൽ മാത്രമല്ല ഇരുന്നിരിക്കുന്നത്, നിങ്ങൾ മദ്യപിച്ചാലും ഇല്ലേലും ആ തളികയിൽ ഇരിക്കാൻ പാടില്ല. മദ്യപിച്ച ആൾക്കാരുടെ കൂട്ടത്തിലാണ് നിങ്ങൾ ഇരുന്നിരിക്കുന്നത്. പടിപടിയായി നിങ്ങൾ മദ്യപാനിയാകാൻ വേണ്ടി ഇത് തന്നെ മതി. അതുകൊണ്ട് നല്ല കൂട്ടുകാരാരാ? നബിമാര്, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ. ഇന്ന് നമ്മുടെ മക്കളെ നമ്മൾ സ്വതന്ത്രമായി അക്ഷരക്കൂട്ടങ്ങളുള്ള ഡിഗ്രി നേടുന്നതിന് വേണ്ടി ഏത് കൂട്ടുകാരുമായി സന്ധിച്ചാലും കുഴപ്പമില്ല. പെൺകുട്ടികൾ അന്യ പുരുഷന്മാരുമായി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. അക്ഷരക്കൂട്ടമുള്ള ഒരു ഡിഗ്രി, അതിലൂടെ നല്ലൊരു വേതനം, ഭൗതികമായ ലോകത്തെ ഇസ്സത്തോടെ ജീവിക്കണം. ഇതാ നമ്മുടെ സങ്കല്പം. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് നബിമാര്, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ ഇവരാ ഏറ്റവും നല്ല കൂട്ടുകാരൻ. നമ്മുടെ കൂട്ടുകാരെ ശ്രദ്ധിക്കണം, നമ്മുടെ മക്കളുടെ കൂട്ടുകാരെ നമ്മൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കണം. സഹാബാക്കൾക്കുണ്ടായിരുന്നു. നബി തങ്ങളുടെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടിയ മൃഗങ്ങൾ, ജന്തുക്കൾക്ക് വരെയും നബി തങ്ങളോട് വല്ലാത്ത സ്നേഹമായിരുന്നു. എന്തുകൊണ്ടാണ്? അത്രയും ഉയർന്ന വ്യക്തിത്വമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടിയ ആടുകൾ, നബി തങ്ങളുടെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടിയ ഒട്ടകങ്ങൾ, നബി തങ്ങളുടെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടിയ കഴുതകൾ, നബി തങ്ങളുടെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടിയ കുതിരകൾ, ഇതെല്ലാം സീറത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നബി തങ്ങളുടെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടിയ കുറെ ഒട്ടകങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ഒട്ടകത്തിന്റെ കഥ ഞാൻ പറയാം. ഖസ്വ എന്ന ആ ഒട്ടകത്തിന്റെ പേര്. ആ ഒട്ടകത്തിന്റെ പ്രത്യേകത, നബി തങ്ങളുടെ ആ ഒട്ടകത്തിനെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഖസ്വ എന്ന ഒട്ടകത്തിനെ ഒരു ഒട്ടകത്തിന് പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. നബി തങ്ങൾ ഹുദൈബിയ സന്ധിക്ക് പുറപ്പെടുന്നത് ഖസ്വ എന്ന ഒട്ടകത്തിന്റെ പുറത്തിരുന്നാണ്. നബി തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ ഹജ്ജിന്റെ യാത്ര ചെയ്തത് ഖസ്വ എന്ന ഒട്ടകം പുറത്തിരുന്നുകൊണ്ടാണ്. അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് നബി തങ്ങൾ യാത്ര ചെയ്തത് ഖസ്വ എന്ന് പറയുന്ന ഒട്ടകം പുറത്തിരുന്നുകൊണ്ടാണ്. ഹജ്ജത്തുൽ വദാഇൽ വെച്ച് നബി തങ്ങൾ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം നടത്തിയത് ഖസ്വ എന്ന ഒട്ടകപ്പുറത്ത് ചാരിയിരുന്നുകൊണ്ടാണ്. ഈ ഒട്ടകൻ നബി തങ്ങളോട് എത്ര വലിയ ബന്ധമായിരുന്നു. നബി തങ്ങൾ വഫാത്തായപ്പോൾ ഖസ്വ എന്ന ഒട്ടകം കട്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. അതിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളി ധാരധാരയായി ഒഴുകുകയാണ്. പലരും അതിനെ അനുനയിപ്പിച്ച് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, വെള്ളം കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. കരഞ്ഞ് കരഞ്ഞ് ഖസ്വ എന്ന ഒട്ടകത്തിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയി. 6 മാസമായപ്പോ ഖസ്വ എന്ന് പറയുന്ന ഒട്ടകവും ഈ ലോകത്ത് നിന്ന് യാത്രയാണ്. നബി തങ്ങളുടെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടി ഒരു ഒട്ടകത്തിന് നബി തങ്ങളുമായി ഇത്രയും വലിയ ബന്ധമെങ്കിൽ ആ വ്യക്തിത്വത്തെ നമുക്ക് എങ്ങനെ വിവരിക്കാൻ കഴിയും? നബി തങ്ങളുടെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടിയ ഒരു കഴുതയാണ് യഗ്ഫൂർ. ഖൈബറിൽ വെച്ച് നബി തങ്ങളുടെ ഗനീമത്ത് സ്വത്ത് വിഹിതം വെക്കുമ്പോൾ ഒരു കഴുത നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, അന യഗ്ഫൂർ വ അന നസ്ലിയു. ഞാൻ യഗ്ഫൂർ എന്ന കഴുതയാണ്, ഞാൻ പാരമ്പര്യമുള്ള കഴുതയാണ്. എന്റെ പൂർവികരുടെ പുറത്താണ് പ്രവാചകന്മാർ യാത്ര ചെയ്തിരിക്കുന്നത്. ഞാൻ അവരിൽപ്പെട്ടയാളാണ്. നിങ്ങൾ ആ പ്രവാചകന്മാരുടെ അവസാന കണ്ണിയാണ്. അതുകൊണ്ട് എന്നെ നിങ്ങളുടെ വിഹിതത്തിൽ തീരുമാനിക്കും. നബി തങ്ങൾ സമ്മതിച്ചു. യഗ്ഫൂർ എന്ന കഴുതയെ നബി തങ്ങളുടെ വിഹിതത്തിൽ തീരുമാനിച്ചു. നബി തങ്ങളുമായി എത്ര വലിയ ബന്ധമായിരുന്നു. നബി തങ്ങൾ ഒരു ആവശ്യം വരുന്ന വേളയിൽ ആരുമില്ലായെങ്കിൽ യഗ്ഫൂർ കഴുതയായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാതിൽ തട്ടും. വാതിൽ തുറന്ന് നോക്കുമ്പോൾ യഗ്ഫൂർ കഴുത നിൽക്കുകയാണ്. സിദ്ദീഖുൽ അക്ബറിന്റെ മനസ്സിലാകും എന്തോ ആവശ്യമുണ്ട്. ചിലപ്പോ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്ന് വാതിൽ തട്ടും. ഉമർ റളിയല്ലാഹു അൻഹു വാതിൽ തുറന്ന് നോക്കുമ്പോൾ യഗ്ഫൂർ കഴുത നിൽക്കാൻ നബി തങ്ങൾ വിളിക്കുകയായിരിക്കും. നബി തങ്ങളുടെ ഹദറത്തിൽ ഇങ്ങനെ നബി തങ്ങളുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന യഗ്ഫൂർ എന്ന് പറയുന്ന കഴുത, നബി തങ്ങൾ വഫാത്തായ സന്ദർഭത്തിൽ ആ കഴുത കരയാൻ തുടങ്ങി.
അനുനയിപ്പിച്ച് പലരും അതിന് അന്നപാനീയം നൽകാൻ വേണ്ടി ശ്രമിച്ചു എങ്കിലും ആ കഴുതയ്ക്ക് കഴിക്കുക, ആ കഴുതയ്ക്ക് നബിതങ്ങളുടെ വിയോഗത്തിന്റെ വിരഹദുഃഖം താങ്ങാൻ കഴിയുന്നില്ല. അതിന്റെ സമനില തെറ്റി. യഗഫൂർ എന്ന് പറയുന്ന കഴുത പോയി ഒരു പൊട്ടക്കിണറ്റിൽ ചാടി അതിന്റെ ജീവൻ ഒടുക്കുകയാണ് ചെയ്യുക. നബിതങ്ങളുടെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടിയ ഒരു കഴുതയ്ക്ക് നബിതങ്ങളുമായി ഇത്രയും വലിയ ബന്ധമെങ്കിൽ ആ പ്രവാചകനെ ആർക്കാണ് വർണ്ണിക്കാൻ കഴിയുന്നത്? എത്ര ഉയർന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായിരിക്കും. ഇത്രയും ഉയർന്ന ഒരു വ്യക്തിത്വത്തിനെ അല്ലാഹു നമുക്ക് നേതാവായി നൽകിയിട്ട് ആ പ്രവാചകന്റെ ചട്ടയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ലോകത്തിന്റെ മാമൂലുകൾ അനുസരിച്ചതോട് ജീവിക്കുന്നു എങ്കിൽ എത്ര വലിയ അവസ്ഥയാണ് അള്ളാഹുമാറാണ്. അതുകൊണ്ട് നബിതങ്ങളെ നമ്മൾ പഠിക്കണം. നബിതങ്ങളുടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരണം. നമ്മുടെ ഹൃദയത്തിൽ ശരിയായ ഈമാൻ ഉണ്ടാകാൻ, നമ്മുടെ ജീവിതത്തിൽ ശരിയായി നബിതങ്ങളുടെ സുന്നത്ത് ഉണ്ടാകാനാണ് ദഅവത്തിന്റെ ഈ പരിശ്രമം. ദഅവത്തിന്റെ പരിശ്രമത്തിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് ലോകമെമ്പാടും വലിയ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ പരിശ്രമം ഏകദേശം ഒരു നൂറ്റാണ്ടായി. ഇതിലൂടെ ലോകത്ത് ധാരാളം പള്ളികളുണ്ടായി, ധാരാളം മദ്രസകളുണ്ടായി, ധാരാളം ആലിമീങ്ങളുണ്ടായി, ധാരാളം ഹാഫിളുകളുണ്ടായി, ധാരാളം പാപങ്ങളിൽ മുങ്ങിത്തപ്പിയ ആൾക്കാർ സാലിഹീങ്ങളും മുത്തഖീങ്ങളുമായി ദീനിന്റെ ഉയർന്ന ഉയർന്ന പ്രതീകങ്ങളായിരിക്കുകയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ദഅവത്തിന്റെ വഴിയിൽ നമ്മുടെ സ്റ്റേറ്റിൽ വലിയ ഒരു സമ്മേളനം വരികയാണ്.